നമസ്കാരം, ഞാൻ പാലുള്ളി വിനീഷ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം, നമ്മുടെ തിരുവനന്തപുരം ചെങ്കോട്ട റോഡിൽ ചല്ലിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അമ്പലത്തിലെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കുറേ ചെറുപ്പക്കാർ ആ റോഡിൽ, അതായത് അമ്പലത്തിൽ നിന്നും ഒരുപാട് മാറി റോഡിൽ ഒരു ഭക്തിഗാന സുധ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഭക്തിഗാന സുധ പാടിക്കൊണ്ടിരുന്ന സമയത്ത് കുറച്ച് അമ്മമാരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഭക്തിഗാനം, ഒരു പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാമ്മയെ പൂജിക്കുക, അതായത് ഇപ്പോൾ CPM-മാരൊക്കെ ഭയങ്കരമായിട്ട് വിവാദമാക്കിക്കൊണ്ടിരിക്കുന്ന, വർഗീയത ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പരമപവിത്രമതാമി മണ്ണിൽ, അതായത് പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാമ്മയെ പൂജിക്കാൻ പാടില്ല. കാരണം ഭാരതാമ്മയെ ഇവിടെയുള്ള ഹിന്ദുക്കളൊന്നും പൂജിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഭാരതാമ്മയെ ആരാധിക്കാൻ പാടില്ല. അവർ പറയുന്നത് ഇപ്പോൾ ചെഗുവേരയൊക്കെ പടം വെച്ച് ആരാധിച്ചോളാൻ പറയുകയാണ്. കാരണം അങ്ങനെയാണല്ലോ, ചെഗുവേരയൊക്കെ ഭയങ്കര ദൈവതുല്യനാണല്ലോ. ഈ നാട് മുഴുവൻ കഞ്ചാവ് കൃഷി നടത്തി വിളമ്പിക്കൊണ്ടിരുന്ന ചെഗുവേരയൊക്കെ പൂജിക്കുക എന്നുള്ള രീതിയിലാണ് അവരുടെ പറച്ചിൽ. അപ്പോൾ വിഷയം ഈ പാട്ട് പാടുകയും, അപ്പോൾ അവിടെ മദ്യപിച്ച് മനപൂർവ്വം വിഷയമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിന്ന കുറേ CPM നരഭോജികൾ, അതായത് ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെ തച്ചു തകർക്കുന്ന അമ്പലങ്ങൾ, സ്വർണം കെട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന പാട്ടിനെ പോലും ഈ കേരളത്തിൽ അതിഞ്ഞ് പാടുവാൻ പാടില്ല, പാടിയാൽ കേസെടുക്കുമെന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ, അല്ലെങ്കിൽ CPM സർക്കാർ, ഈ പിണറായി വിജയൻ്റെ CPM, അതായത് ഈ ഒരു CPM-ൻ്റെ ഗുണ്ടകൾ അവിടെ മനപൂർവ്വം വിഷയമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിരവധി അമ്മമാരും സഹോദരിമാരും ഒക്കെ ഈ പരിപാടി വളരെ രീതിയിൽ ആസ്വദിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഈ CPM ഗുണ്ടകൾ ഈ ഗാനമേള നടന്നുകൊണ്ടിരുന്ന സ്റ്റേജിലേക്ക് ആക്രോശിച്ചുകൊണ്ട് കയറുകയും കൊലവിളി നടത്തുകയും അതിൽ ഓർക്കസ്ട്ര വായിച്ചുകൊണ്ടിരുന്നവരെയും പാടിക്കൊണ്ടിരിക്കുന്നവരെയൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുകയും, ഓർക്കസ്ട്ര വായിച്ചുകൊണ്ടിരുന്ന ഒരു വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ള, അല്ലെങ്കിൽ 23-25 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു പയ്യൻ്റെ കൈ പിടിച്ച് തിരിക്കുകയും, എന്നിട്ട് ഇവിടെ ഇത് പാടാൻ പാടില്ല, ഇതിന് ഇനി തബല വായിച്ചു കഴിഞ്ഞാൽ കൈ അടിച്ചൊടിക്കുമെന്ന് പറയുകയും ചെയ്ത CPM-ൻ്റെ ഗുണ്ടകൾ. അങ്ങനെ തൽക്കാലം പോലീസ് ഇടപെട്ടു, ആ പാട്ട് നിർത്തിവെക്കാൻ പറഞ്ഞു, നിർത്തിവെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും സ്ഥിതിഗതികൾ ശാന്തമായി പാട്ട് ആരംഭിക്കുകയും, ഈ പാട്ട് ആരംഭിച്ച് പാടി മുഴുവിപ്പിച്ചു. പാട്ട് കഴിഞ്ഞപ്പോഴേക്കും CPM ഗുണ്ടകൾ വീണ്ടും ഈ അവിടെ പരിപാടി നടത്തിയ വീടുകളിലേക്കൊക്കെ അതായത് കല്ലും വടിവാളും ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങളുമായിട്ട് ഇവരെ ആക്രമിക്കാൻ എത്തുകയുണ്ടായി. സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഈ പ്രവർത്തകർ തമ്മിൽ, ഈ CPM-ൻ്റെ ഗുണ്ടകൾക്കെതിരെ ഇവരും നേരിടേണ്ടി വന്നു. ഈ നേരിട്ട സമയത്ത് മദ്യലഹരിയിലായിരുന്ന ഒരു CPM-കാരൻ എൻ്റെ തലയ്ക്ക് മുറിവേൽക്കുകയും കൈക്ക് മുറിവേൽക്കുകയും ചെയ്തു. അങ്ങനെ ഈ അമ്പലത്തിലെ ഉത്സവം കുളമാക്കാൻ വന്ന CPM-മാർക്കെതിരെ ഈ പരിപാടി നടത്തിയവരും പരാതി കൊടുത്തു. ഈ CPM-ൻ്റെ പ്രവർത്തകൻ എന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ CPM-ൻ്റെ പക്ക പ്രവർത്തകനൊന്നുമല്ല, CPM-ൻ്റെ പ്രവർത്തകൻ അല്ല, കോൺഗ്രസിൻ്റെയും കണ്ട പ്രവർത്തകനായിരുന്നു. മദ്യപിക്കാൻ വേണ്ടി കൂട്ടുകൂടാൻ വേണ്ടി CPM-ലേക്ക് കടന്നു വന്ന എലവുപാലം സ്വദേശിക്കാണ് ഈ മർദ്ദനത്തിൽ പരിക്കേറ്റത്. അപ്പോൾ ഇരുകൂട്ടരും പരാതി കൊടുത്തു. അപ്പോൾ ഇരുകൂട്ടരും പരാതി കൊടുത്തപ്പോൾ എന്താ ചെയ്തത്? നമ്മുടെ പാലോട് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഉടൻ തന്നെ CPM-ൻ്റെ ഒരു പെട്ടെന്നുണ്ടായ നേതാവ്, അതായത് രാത്രി 11 മണിക്ക് അടി കിട്ടുന്നു, 11:20 ബ്രാഞ്ച് സെക്രട്ടറി ആയ, അതായത് രാത്രി 11 മണിക്കോ 11:30 അടി കിട്ടുന്നു, അത് കഴിഞ്ഞ് 10 മിനിറ്റ് ആയപ്പോഴേക്കും CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി മാറിയ ഒരു പ്രവർത്തകൻ, അതായത് ഇപ്പോൾ വന്ന താൽക്കാലിക, അതായത് ഈ പേഴുംകായും തട്ടി ഉരുട്ടി വന്നെന്നൊക്കെ നമ്മൾ പറയും മലയാളത്തിൽ, അങ്ങനെ പേഴുംകായും തട്ടി ഉരുട്ടി വന്ന പ്രവർത്തകൻ CPM-ൻ്റെ നേതാവായി അദ്ദേഹം മെഡിക്കൽ കോളേജിലായി. തുടർന്ന് പോലീസോടൻ തന്നെ CPM-അല്ലേ ഭരിക്കുന്ന, അപ്പോൾ CPM പോലീസിനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. പോലീസോടൻ തന്നെ രാമാനം വീടുകളിൽ കയറി പ്രതികളെ പിടിക്കും. വീടുകളിൽ കയറി പിടിച്ചെന്ന് പറയാൻ പറ്റില്ല, പ്രതികളൊന്നും ഓടിപ്പോയിട്ടില്ല. കാരണം അവർ രണ്ടുപേരും കേസ് കൊടുത്തു, അവർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ഒളിവിൽ പോവേണ്ട കേസൊന്നുമില്ല. ഉടൻ തന്നെ പോലീസ് അതിനെ വന്നു തുണിയെല്ലാം അകത്തിട്ട് ഫോട്ടോ എടുത്ത്
പത്രത്തിൽ കൊടുക്കുന്നു, മാധ്യമങ്ങളിൽ അയക്കുന്നു. പോലീസിൻ്റെ ശുഷ്കാന്തിയാണ്. കാരണം എല്ലാം പെട്ടെന്ന്, വളരെ പെട്ടെന്ന് പ്രതികളെ പിടിച്ചു. പോലീസ് അതായത് പല CIമാർ SIമാരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ പാലോട് സ്റ്റേഷനിൽ വരുന്നവർക്കൊക്കെ മെഡൽ കിട്ടാറുണ്ട്. കാര്യം എന്താണ്? പിന്നെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളുള്ള, അതായത് ഏറ്റവും കൂടുതൽ പെറ്റിയടിച്ചാൽ അതിന് മെഡൽ, ഏറ്റവും കൂടുതൽ BJP RSS പ്രവർത്തകരുടെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അതിന് മെഡൽ, അങ്ങനെയൊക്കെ മെഡലുകൾ കൈപ്പറ്റാൻ വേണ്ടി ഇവരും ഉടൻ തന്നെ പെട്ടെന്ന് ചെല്ലുന്നു, പ്രവർത്തകരെ പിടിക്കുന്നു, വന്ന് തുണിയൊക്കെ അഴിച്ചിട്ട് അവരെ നഗ്നനാക്കി. കാരണം ശബരിമല ആചാരാനുഷ്ഠാനങ്ങളെ തച്ച് തകർത്തുകൊണ്ട് സ്വർണ്ണപ്പാളികൾ, വിഗ്രഹത്തിൻ്റെ കിരീടം പോലും അടിച്ചു മാറ്റി കൊണ്ടുപോയി വിറ്റ് കാശുണ്ടാക്കി സ്വത്ത് സമ്പാദിച്ച മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആ ചെറ്റകളെ പോലെയുള്ളവന്മാരെ നല്ല ഡ്രസ്സ് ചെയ്യിച്ച് AC കാറിൽ കൊണ്ട് കറങ്ങി. ഇപ്പോൾ ഒരു പാവപ്പെട്ടൊരു 42 വയസ്സുകാരനെ കൊല്ലാൻ പ്രചോദനം നൽകിയ ഷിംജിത എന്ന് പറയുന്ന അവളെ പർദ്ദ ധരിച്ച് AC കാറിൽ കൊണ്ടുപോയ അതേ പോലീസ് തന്നെയാണ് ഈ CPMൻ്റെ ഗുണ്ടകളെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ആക്രമിച്ച നമ്മുടെ കുറച്ച് പ്രവർത്തകരെ തുണിയെല്ലാം അവത്ത് കൊണ്ടുവന്ന് സ്റ്റേഷനിൽ നിർത്തി ഫോട്ടോ എടുത്ത് നാനാ ചാനലുകളിലും കൊടുത്തത്. അതെന്തിനാണ്? ഈ പോലീസ് ചെയ്യുന്നെങ്കിലേ പോലീസ് ഒരു പാർട്ടിയുടെയും ചട്ടുകമായി മാറരുത്. ഇപ്പോൾ CPMൻ്റെ ചട്ടുകമായാണ് ഓരോ സ്റ്റേഷനും പ്രവർത്തിക്കുന്നതെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പറയാം. ഇതിനു മുമ്പ് കൊടിയെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൊടിമരങ്ങൾ CPMൻ്റെ ഇതേ ഗുണ്ടകൾ, ഈ ഗുണ്ടകളുടെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ നശിപ്പിച്ചപ്പോൾ BJP RSS പ്രവർത്തകർ ഒരുപാട് കേസ് മാറ്റി ഈ സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ട്. കൊടുത്തപ്പോൾ എന്താ? കേസ് എടുക്കില്ല. പക്ഷേ CPMൻ്റെ ഒരു കൊടിമരം വീണപ്പോൾ രാഖ്യരാമാന ഇതുപോലെ തന്നെയാണ് ഒരു പാവപ്പെട്ട ഒരു പയ്യനെ, നിരപരാധിയായ ഒരു പയ്യനെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു പകലന്തിയോളം പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട് പിന്നെ റിമാൻഡ് ചെയ്യണം, അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രാത്രി വൈകുന്നേരം 5 മണിക്ക് ശേഷം ജാമ്യത്തിൽ വിട്ടയച്ച അതേ പാലോട് സ്റ്റേഷനിൽ തന്നെയാണ് ഇതേ പ്രവർത്തകരെ വീണ്ടും കൊണ്ടുവന്നത്. കാരണം CPMമാരെ ഈ അവിടെ വന്ന ഉത്സവം, അതായത് ഹിന്ദുവിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ കയ്യേറി അവിടെ വന്ന ഹിന്ദു ഭക്തജനങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ച ഇതുപോലുള്ള CPMൻ്റെ ഗുണ്ടകൾക്കെതിരെ ഒരു കേസുമില്ല. അതിനെ ചെറുത്ത് നിന്ന ഹിന്ദു സഹോദരങ്ങളെ, ഹിന്ദു പ്രവർത്തകരെ പിന്നെ തുണി പോലും ഉടുക്കാൻ സമയം കൊടുക്കാതെ ജയിലിലടച്ച അല്ലെങ്കിൽ സെല്ലിലടച്ച പോലീസാണ് ഇവിടെ ഈ പിന്നെ വിഷയങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം CPMൻ്റെ ഒരു പ്രവർത്തകനെ പോലും ഒരു പിടിച്ചില്ല. ഇതിന് ചുക്കാൻ പിടിച്ചത്. കാരണം മുൻകൂട്ടി കരുതി കൂട്ടി ഈ ഒരു ഉത്സവം അലങ്കോലപ്പെടുത്തി ഇവിടെ ഹിന്ദുക്കൾ ആചാരങ്ങൾ നടത്തണ്ട എന്ന് പിന്നെ വളരെ അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഓരോ ക്ഷേത്രങ്ങളിലും ഇവന്മാർ കടന്നു കയറി കണ്ണൂർ മോഡൽ കാണിക്കുന്നത്. ഇപ്പോൾ കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കിട്ടേണ്ടതായിരുന്നു, കിട്ടേണ്ട രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഹിന്ദുവിൻ്റെ നേരെ വരികയോ ഇനി നമ്മൾ പാടും പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാമ്മയെ പൂജിക്കാനെന്ന് ഓരോ കൊച്ചുകുട്ടിയും ഈ തെരുവിലോരം പാടി നടക്കും. നീയൊക്കെ ചെറുക്കാൻ പറ്റുമെങ്കിൽ നിൻ്റെ തന്തയുടെ വകയല്ല ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ ഒരുപാട് നട്ടലുള്ള ആൺകുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഇനിയും നമ്മുടെ നേരെ CPMൻ്റെ ഗുണ്ടായുസവുമായി വന്നാൽ ഇതിനും വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇത് വികാരമാണ്. നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളിൽ തൊട്ട് കളിക്കാൻ ഇവിടെ തന്തയ്ക്ക് പറക്കാത്ത CPMകാരന്മാർ വരുന്നു എങ്കിൽ നമ്മൾ ഇതിനപ്പുറമായി പ്രതികരിക്കും. നമ്മുടെ ജീവൻ നൽകിയും നമ്മൾ സംരക്ഷിക്കും, നമ്മുടെ ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.